ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി തോരനാട്ടാ. അതും നമ്മൾ ഇടിച്ചക്ക വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ചക്കയുടെയൊക്കെ സീസണായില്ലേ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. നല്ല പോലെ നമ്മൾ ഒരല്പം എണ്ണയൊക്കെ കയ്യിൽ പുരട്ടി അതേപോലെ തന്നെ നമ്മൾ ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇടിച്ചക്ക കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ചവള ഉണ്ടാവും. ചിലവർ ഇത് കയ്യിൽ പറ്റി പിടിച്ച് കഴിഞ്ഞാൽ പോവാൻ ഒത്തിരി പ്രയാസമാണ്. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ഒരു പശയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നത്. എന്നിട്ട് ഞാനിതാ റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്കിതിൻ്റെ ആ ഒരു തൊലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. ഒട്ടുമിക്ക പേരും നമുക്ക് ഈ ഒരു ഇടിച്ചക്ക റെഡിയാക്കി എടുക്കുന്നത് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളാക്കി സ്റ്റീം ചെയ്ത് മിക്സിയിലെ ജാറിൽ ചതുക്കിയെടുക്കാറാണ് പതിവ്. ഞാനിപ്പോൾ അവിടെ അങ്ങനെയല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മളിവിടെ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന ചെറിയ ജാറിൽ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്നിവിടെ ഇടിച്ചക്കയും മുതിരയും വെച്ചിട്ടാണ് ഈ ഒരു തോര റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് മുതിര ഞാൻ 3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പോലെ കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ നമ്മൾ കുതിർത്തിയെടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റി 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ നമ്മൾ കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടില്ല ഇടിച്ചക്ക മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മുടെ പൊടിച്ചെടുക്കുന്ന ചെറിയ ജാറിൽ വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. നമുക്കിത് സ്റ്റീം ചെയ്ത് ഇതേപോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഡയറക്റ്റ് തന്നെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പിന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ട് തന്നെ നമുക്കിത് പൊടിച്ച് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ ഇടിച്ചക്ക റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് 2 സവോള എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്. ഇതിന് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 വല്യുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അതിലിട്ട് കഴിഞ്ഞാൽ മുളക് അരഞ്ഞ് കിട്ടാതെ വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉള്ളിയൊക്കെ ചതക്കി എടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ മുതിര 3 വിസിൽ റെഡിയാക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോര റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണയിലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലെണ്ണയിൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് നമ്മൾ ചേർത്ത് നല്ല പോലെ പൊട്ടിയതിന് ശേഷം ഒരു പിടിയോളം കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല പോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഒരല്പം ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ ചതുക്കി എടുത്തിട്ടുള്ള ആ ഒരു മുളകിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എരിവ് കുറവുള്ളത് കൊണ്ടാണ് നമ്മളതിൽ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളതിലേക്ക് ചതുക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഉള്ളിയുടെ കൂട്ടൊക്കെ നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ചതുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇടിച്ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരല്പം വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചാലും മതിയാവും. നമുക്കിത് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇടിച്ചക്ക റെഡിയായി വന്നോളും. കാരണം അത്രയും തിന്നായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, പെട്ടെന്ന് ചെറിയൊരു ചൂട് തട്ടുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഇടിച്ചക്ക നല്ല പോലെ അങ്ങ് സോഫ്റ്റായി വന്നോളും. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഒരു
അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരല്പം നല്ല ജീരകം, ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ചുവന്നുള്ളി, ഇത്രയും നമ്മൾ അരച്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലൊന്ന് ഒതുക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതാവുമ്പോൾ ഒത്തിരിയും കൂടെ അങ്ങോട്ട് ചതുങ്ങിപ്പോകും. ഇപ്പം ഞാനിവിടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മുടെ തേങ്ങ നല്ല പോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഒന്നും ചേർത്തെടുത്തിട്ടില്ല. നമ്മളിതിൽ നല്ലെണ്ണയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമ്മളിതാ തിരുമ്മി വെച്ചിട്ടുള്ള ഒരു തേങ്ങയും കൂടെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും, അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റും കൂടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മുതിര, ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് മുതിര ഒന്നും ചേർത്തെടുക്കുന്നില്ല, വളരെ കുറച്ച് നമ്മൾ വേവിച്ചെടുത്തതിൻ്റെ കാൽഭാഗം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്കിതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടേണ്ടത് നമ്മുടെ ഇടിച്ചക്കയുടേതാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇടിച്ചക്ക കൂടുതലും മുതിര കുറവാണ് വേണ്ടത്. അപ്പോൾ അത് കാരണം ഞാൻ ഒരല്പം മുതിരയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം. അപ്പോഴേക്കും നമ്മൾ തിരുമ്മി എടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ആ ഒരു മുതിരയും അതേപോലെ തന്നെ ഇടിച്ചക്കയിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. ആ ഒരു രീതിക്ക് നമ്മൾ നല്ല പോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഇടിച്ചക്ക തോരൻ റെഡിയാക്കി എടുക്കാം. നല്ല ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കേട്ടോ. ഒരു അച്ചാറും ഒരു മീൻ വറുത്തതും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഉഷാറായിട്ടുള്ള ഊണ് തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നമുക്കിനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. വളരെ സിമ്പിളല്ലേ, ഒരു വെറൈറ്റിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഇത് നമ്മൾ നല്ലെണ്ണയിൽ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് കേട്ടോ ഇത്രയും അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇനി ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാനും പറ്റും, അതേപോലെ തന്നെ ഒരല്പം ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കാണ് മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറുള്ളൂ. അപ്പോൾ ഇടിച്ചക്ക തോരൻ റെഡിയാക്കി എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ